വലിയ കട്ടിലുണ്ടായിട്ട് രണ്ടെണ്ണം കിടക്ക് നോക്കിയാട്ടെ. വിളിക്കണോ രണ്ടിനെയും? അല്ലെങ്കിൽ വേണ്ട, രാത്രി ലേറ്റ് ആയതല്ലേ. ഇവരെണീക്കുന്നതിന് മുന്നേ ഈ ബംഗ്ലാവൊക്കെ ഒന്ന് കാണാം. നേരം വെളുത്തോ? എന്തിനാ വിളിച്ചു? ഉണ്ണിയോടെ പോയി. ചേച്ചി ചേച്ചി എണീക്ക്, രാവിലെ ആയി. എണീക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഉണ്ണിയെ പോയി നോക്കട്ടെ. ആഹാ, ഈ കിടക്കയിൽ ഇങ്ങനെ കിടക്കാൻ എന്തൊരു സുഖ. വീട്ടിലുമുണ്ടൊരു കട്ടിൽ, എന്തിനു കൊള്ളാം. അച്ഛന് സോപ്പിട്ട് ഇങ്ങനത്തെ ഒരു കട്ടിൽ വാങ്ങിക്കാൻ പറയാം. ചിന്നൂനി ഉണ്ണീനെ ഒന്നും കാണുന്നില്ലല്ലോ. ആ, ചിലപ്പോൾ അവർ നേരത്തെ എണീറ്റിട്ടുണ്ടാവും. എന്നാ പിന്നെ ഞാനും എണീക്കാം, സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ലോ. ഇതെന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ? അടുത്തോട്ട് പോയി നോക്കാം എന്താ സംഗതിന്ന്. ഞാൻ എന്തേ കാണുന്നേ? ആ ചേച്ചി വന്നോ? ഞങ്ങൾ കുറേ നേരം നോക്കിക്കാൻ തുടങ്ങിയിട്ട്. അല്ല ചിന്നു, ഇതെല്ലാം എന്താ? ഇതെല്ലാം ഇവിടെയുള്ള ചേച്ചി നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇത് മുഴുവനോ? അതേന്നാ പറഞ്ഞേ. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളെല്ലാം അന്തം വിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. ഉണ്ണിയൊന്നും കമാന്നൊരു അക്ഷരം ഉണ്ടായിട്ടില്ല ഇതുവരെ. അല്ല മോളെ, ഇതെല്ലാം നീ ഞങ്ങൾക്ക് വേണ്ടി ആക്കിയതാണോ? ഇതെല്ലാം ഉങ്ങൾക്കാകതാ ചെയ്തേ. പിടിച്ചെടുക്കാ? വല്ലാതെ പിടിച്ചു. നീക്ക് സാപ്പാടൊന്നും സാപ്പിടല്ലേ? വാങ്ങമാ, ഉക്കാറ്. ചേച്ചി തമിഴാ? ഇത്രയും നേരമായി തമിഴ് തന്നെയല്ലേ പറഞ്ഞേ? എന്നാൽ വാ, നമുക്ക് എല്ലാവർക്കും പോയി ഭക്ഷണം കഴിക്കാം. അല്ല അളിയ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ അളിയ, അളിയൻ ചോദിച്ചോ? ഈ ഫുഡിന്റെ പൈസയെല്ലാം നമ്മൾ തന്നെയല്ലേ കൊടുക്കണ്ടേ? ദൈവമേ, അക്കാര്യം ഞാൻ ഓർത്തില്ലല്ലോ. ചേച്ചി, വെച്ച തൊട്ടിട്ട് ഇത്രപാട് ഭക്ഷണമൊന്നും ആക്കണ്ട. പിടിക്കാനായിട്ടല്ല, പോക്കറ്റ് കയറും, അതുകൊണ്ടാ. എന്തായിരിക്കും? പൂട്ടിയിട്ടുണ്ട്, പക്ഷെ ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തുറക്കാൻ കഴിയും. തുറന്നു നോക്കിയാലോ? ഉണ്ണി, നീ അങ്ക என்ன பண்ற? ഞാനിവിടെ ഒന്നും പണ്ടുന്നില്ല ചേച്ചി, വെറുതെ നോക്കി നിന്നതാ. നീ ഇങ്ങെല്ലാം നിൽക്കக்கூடாது. അതെന്താ? இந்த ரூமுக்குள்ள போகிறதுக்கு யாருக்குமே பெர்மிஷன் இல்லை. நான் கூட இதுவரைக்கும் இந்த ரூமுக்குள்ள க்ளீன் பண்ணவே இல்லை. അതെന്താ റൂമിനകത്ത് പോയാൽ? അതൊന്നും എനിക്ക് தெரியல. இந்த பங்களாவோட ஓனர் இல்லையா, அவங்களுக்கு இந்த ரூமுக்கകത്ത് யாருமே போகிறது பிடிக்கல. അങ്ങനെയാണോ? എന്നാ ഞാൻ പോകില്ല. நீ ரொம்ப நல்ல பையன். எனக்கு இங்க கொஞ்சம் வேலை இருக்கு, நான் போய் அப்புறம் வரேன். ചേച്ചി ചേച്ചി പോയി ചേച്ചിയുടെ ജോലി ചെയ്തോ? ചേച്ചി പോയല്ലോ. എന്നോട് റൂം തുറക്കണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇതിനകത്ത് എന്തോ കാര്യമായിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാലോ. ഇതെന്താ ഹൈറ്റ്? ഇത് തുറക്കാൻ ഞാൻ കുറച്ച് മെനക്കെടേണ്ടി വരും. എന്നാലും സാരമില്ല, തുറന്നിട്ടേ ഉള്ള കാര്യം. അയ്യോ, ഈ വൃത്തിയായിട്ട റൂം കാണാനാണ് നീ ഇത്ര കഷ്ടപ്പെട്ടെ? എന്തൊരു വൃത്തികേട് എവിടെയെങ്കിലും കാണാൻ. ഞാൻ തിരിച്ചു പോകുന്ന, ഇനി ആരും കാണാതെ വേഗം ഡോറും അടക്കണം. എന്താ ഇപ്പൊ പുറകിലൂടെ പോയ പോലെ തോന്നിയല്ലോ? പൊടി പിടിച്ചടക്കുന്ന റൂമല്ലേ, എനിക്ക് തോന്നിയതായിരിക്കും. എന്നാലും ചേട്ടാ, ഭക്ഷണം പകുതിയും ബാക്കിയാകുന്ന ഞാൻ വിചാരിച്ചേ. അതിന് നമ്മുടെ മക്കളൊന്നും ഒരു പീസ് പോലും ബാക്കി വെച്ചിട്ടില്ലല്ലോ. അത് ശരിയാ. വീട്ടിലാണെങ്കിൽ കഴിക്കാന്ന് പറഞ്ഞ് പുറകെ നടന്നാലും ഒന്നും കഴിക്കാത്ത പിള്ളേരാ. ഇവിടെ വന്നിട്ട് നോക്കി, പ്ലേറ്റ് മൊത്തം കാലിയാക്കി. ഇവിടെ നമ്മൾ വേറെ 4 ദിവസത്തേക്കാ വന്നേ. ഇനി വീട്ടിൽ തിരിച്ചെത്തുമ്പോ മോളെന്റെ ഇഡലിയും ദോശയും തന്നെ തിന്നേണ്ടി വരും. നീ സുഖിപ്പിക്കണ്ട. അവളെന്താ ചാർട്ട് പേപ്പറും മാർക്കറും എല്ലാം എടുത്തിട്ട് പുറത്തു പോയിട്ടുണ്ട്. ഉണ്ണി കുറച്ചു മുമ്പ് മുകളിൽ പോകുന്ന കണ്ടു, അതിനുശേഷം കണ്ടിട്ടില്ല മോളെ. മോൾ ഇവിടേക്ക് അന്വേഷിച്ചു നോക്ക്. അതിനെന്താ മോളെ, മോള് ധൈര്യമായിട്ട് കളിച്ചോ, അധികം ദൂരെയൊന്നും പോകല്ലേ. എന്നാ ശരി, മക്കള് പോയി കളിച്ചോ. നമുക്കിങ്ങനെ ഇടയ്ക്കെല്ലാം ടൂർ പോകണല്ലേ ഏട്ടാ? നമ്മുടെ സ്വന്തക്കാരെല്ലാം കൂടെ പോകാൻ എന്ത് രസാ. നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. പിള്ളേരെ നോക്കി എന്ത് സന്തോഷം അവർക്കെല്ലാം. ഈ ബംഗ്ലാവിനെ രാത്രി കാണാൻ എന്തൊരു പേടിയാ. ഇപ്പൊ നോക്കി എന്ത് രസാ. ഇനി ഇവിടെ 3 ദിവസം കൂടിയല്ലേ നിൽക്കൂ. ചേച്ചി ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഇനിയും 3 ദിവസം കൂടിയല്ലേ നമ്മളിവിടെ ഉള്ളൂ. എന്ത് നല്ല സ്ഥലല്ലേ ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടായി. എനിക്കും അതെ, ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. പേടിയോ? ആർക്ക്? നിന്റെ മുഖം കണ്ടാൽ അറിയാലോ. എനിക്ക് പേടിയൊന്നുമില്ല. ചെക്കൻ എന്തോ കള്ളത്തരൊപ്പിച്ചിട്ടുണ്ട്. കള്ളത്തരോ? നിനക്ക് തോന്നിയതാ? എന്താ ഉണ്ണി, ഇവള് പറഞ്ഞതുപോലെ നീ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല ചേച്ചി. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അതെല്ലാം ഞാൻ പറയാം, പക്ഷെ അതിനു മുന്നേ നിങ്ങൾ എനിക്ക് വാക്ക് തരണം. ഇത് ആരോടും പറയില്ലാന്ന്. അതെന്താ അത്രയ്ക്ക് സീരിയസാ? കുറച്ച് സീരിയസ് ആന്ന് തന്നെ കൂട്ടിക്കോ. നിങ്ങൾ എനിക്ക് വാക്ക് താ, എന്നാലും ഞാൻ പറയൂ. ഞാനും ആരോടും പറയുന്നില്ല.
നമ്മളെല്ലാരും ഈ വീട് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് ഇതൊരു പ്രേതത്തിന്റെ ബംഗ്ലാവാണെന്നല്ലേ? അത് രാത്രി വിചാരിച്ചതല്ലേ? ഇപ്പൊ നോക്കി എന്ത് രസാ കാണാൻ. അതേ രാത്രി തന്നെ വിചാരിച്ചാ. പക്ഷേ അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഒരു കാര്യം ട്രൈ ചെയ്താലോ എന്ന്. എന്ത് കാര്യം ചേച്ചി? അത് നിങ്ങൾ സിനിമയിലെല്ലാം കണ്ടിട്ടില്ലേ ഓജാ ബോർഡ്? ചേച്ചി എന്താ പറയുന്നേ? അതിന് ചേച്ചിക്ക് ഓജാ ബോർഡ് എവിടെ കിട്ടി? കിട്ടിയതൊന്നുമല്ല, ഞാനൊരെണ്ണം ആക്കിയതാ. നമ്മുടെ കയ്യിൽ ചാർട്ട് പേപ്പറും മാർക്കറും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ട് ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി നോക്കി. അത് വേണോ ചേച്ചി? അതിന് പ്രേതമൊന്നും വരാൻ പോകുന്നില്ല ഉണ്ണി, വെറുതെ ഒരു എന്റർടൈൻമെന്റിന് നമ്മൾ ചെയ്യുന്നു. എന്നാലും ചേച്ചി അതെല്ലാം വേണോ? എനിക്ക് തോന്നുന്നുണ്ട് ചേച്ചി വേണോ? വേണം, നമുക്കത് വൈകുന്നേരം വെറുതെ ട്രൈ ചെയ്യാന്നേ. പക്ഷേ ഈ കാര്യം നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. അല്ല എന്നിട്ട് ചേച്ചി ഉണ്ടാക്കിയ ഓജാബോർഡ് എവിടെ? ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇക്കാര്യം നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. ഞാൻ ആരോടും പറയില്ല, പക്ഷെ എന്താ എനിക്കൊരു പേടിയാവുന്നു. ചേച്ചി ശരിക്കും പ്രേതമൊന്നും വരില്ലല്ലോ? ഇല്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്നേ. പിന്നെ നിങ്ങൾ വൈകുന്നേരം 2ാമത്തെ നിലയിൽ വരണം, ആരും കാണാൻ പാടില്ല. ഞങ്ങൾ വരാം ചേച്ചി. അല്ല ഇത് ചെയ്യാൻ വേഗതയെല്ലാം വേണ്ടേ? അത് ചേച്ചിയുടെ കയ്യിലുണ്ടോ? വേണ്ട സാധനങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ആരോടും പറയാതിരുന്നാ മതി.